റെയ്നാർഡ് ബോംഗെ പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഓർക്കുന്നുണ്ട്. ഈ ആഫ്രിക്കയിൽ റെയ്നാർഡ് ബോംഗെ കണ്ടിട്ടുള്ള ചില മിഷണന്മാരുടെ കല്ലറകൾ, ആ കല്ലറകളിൽ സ്തോത്രം ചില സംഖ്യയാണ് എഴുതിയിട്ടുള്ളത്. 12 അല്ലെങ്കിൽ 37, 54 എന്ന സംഖ്യകളാണ് എഴുതിയിട്ടുള്ളത്. അത് മിഷണന്മാരുടെ വയസ്സല്ല എഴുതിയിട്ടുള്ളത്. അവരവിടെ വന്ന് അത്ര ദിവസമേ ജീവിച്ചുള്ളൂ. 12 ദിവസം അല്ലെങ്കിൽ 37 ദിവസം 54 ദിവസം അതായപ്പോഴേക്കും അന്ന് കോളറയോ മറ്റെന്തൊക്കെയോ പിടിച്ചിട്ട് അവർ പെട്ടെന്ന് മരിച്ചുപോയി. ഒരു ബ്രേക്ക് ത്രൂ കാണാതെ അവർ മരിച്ചുപോയി. ഒരു കൊയ്ത്തും അവർ കണ്ടില്ല. പക്ഷേ റെയ്നാർഡ് ബോംഗെ ഉൾപ്പെടെയുള്ളതായ ധാരാളം മിഷണന്മാർ ദശലക്ഷക്കണക്കിന് ജനത്തിൻ്റെ രക്ഷ കണ്ടിട്ടാണ് ദൈവസന്നിധിയിൽ കടന്നുപോയത്. അതുകൊണ്ട് വല്ലവൻ്റെയും എക്സ്പീരിയൻസ്, വല്ലവൻ്റെയും അനുഭവം നമുക്ക് ഉപദേശമല്ല. തിരുവചനം എന്ത് പറയുന്നു? അതാണ് നമുക്ക് ഉപദേശം. വചനം പറയുന്നതാണ് ഉപദേശം. സ്തോത്രം. വചനം പറയുന്നത് ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ ഇഷ്ടം. സോ ബാലൻസ് ചെയ്ത് ഞാൻ പറയുന്നു, ശവപ്പെട്ടി പൊങ്ങുന്നതിന് മുൻപ് ഒരു ബ്രേക്ക് ത്രൂ നിങ്ങൾ കാണും. നിങ്ങൾ കരഞ്ഞതിന്, അവഹേളിക്കപ്പെട്ടതിന്, നിന്ദിക്കപ്പെട്ടതിന്, അപമാനിക്കപ്പെട്ടതിന്, ഉപവസിച്ചതിന്, ചെലവിട്ടതിന് ഒക്കെ 126 സങ്കീർത്തനം 5-ാം വാക്യം അനുസരിച്ച് കണ്ണുനീരോടെ വിതയ്ക്കുന്നവന് ആർപ്പോടെ ഒരു കൊയ്ത്തുണ്ടായിരിക്കും. സ്തോത്രം. കണ്ണുനീരോടെ നിങ്ങൾ വിതച്ചെങ്കിൽ നിശ്ചയമായിട്ട് എന്തുകൊണ്ട് ഒരു ആർപ്പിൻ്റെ കൊയ്ത്ത് ഓൺ ദ വേ അത് വന്നിട്ടിരിക്കുന്നു.